പാവങ്ങളുടെ കണ്ണീർ കാണാൻ സപ്ലൈകോ വിലവർധനവിനെതിരെ ഉളിക്കൽ പഞ്ചായത്ത് യൂത്ത് ലീഗ് കമ്മിറ്റി ഉളിക്കൽ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിനു മുന്നിൽ നടത്തിയ പ്രതിഷേധം ഇരിക്കൂർ മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി TNA ഖാദർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം യൂത്ത് ലീഗ് സെക്രട്ടറി RP ഹുസൈൻ അധ്യക്ഷത വഹിച്ചു. അഹമ്മദ് കുട്ടി ഹാജി, CP മുഹമ്മദ് ദാവൂദ്, M അസീസ്, CA മുജീബ് റഹ്മാൻ, അയ്യൂബ് CA, ഷമീർ മൗലവി, CP ഖാദർ, KT മുഹമ്മദ് അലി, P സിദ്ദിഖ്, K ജലീൽ, CP സുലൈമാൻ, ഷാഫി MH, മുഹമ്മദ് ഷമീം, അബു താഹിർ, നൌഫൽ വി, ഷംസു നുച്ചിയാട്, RP താജുദ്ദീൻ എന്നിവർ പ്രസംഗിച്ചു. അൻവർ CP സ്വാഗതവും RP ദാവൂദ് നന്ദിയും പറഞ്ഞു. 8 രൂപയുടെ വ്യത്യാസം മാത്രമാണുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ സ്റ്റോക്കുള്ള വെളിച്ചെണ്ണയുടെ കാര്യമാണെങ്കിൽ 1/2 ലിറ്റർ വെളിച്ചെണ്ണയാണ് ഒരു മാസത്തേക്ക് ഈ സപ്ലൈകോ സ്റ്റോറുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുക. ഈ 1/2 ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് 46 രൂപയായിരുന്നു ഇതുവരെയെങ്കിൽ ഇനി നൽകേണ്ടത് 55 രൂപ 28 പൈസയാണ്. എന്ന് പറഞ്ഞാൽ എല്ലാ സാധനങ്ങൾക്കും വില വർദ്ധിച്ചിരിക്കുന്നു. ഇനി ഇവിടെ ചെറുപയർ വന്നാൽ ഇപ്പോഴില്ല, ഇനി ചെറുപയർ വന്നാൽ 74 രൂപയുടെ ചെറുപയറിന് 92 രൂപ 63 പൈസ കൊടുക്കണം. ഉഴുന്ന് വന്നാൽ 66 രൂപയുടെ ഉഴുന്ന് 95 രൂപ 28 പൈസ കൊടുക്കണം. വൻകടലയാണെങ്കിൽ ഇന്നലെ വരെ 43 രൂപയ്ക്കാണ് നമുക്ക് ലഭിച്ചിരുന്നതെങ്കിൽ ഇനി മുതൽ 69 രൂപ 93 പൈസ കൊടുക്കണം. മുളക് 500 ഗ്രാം 42 രൂപയ്ക്ക് ലഭിച്ചിരുന്ന അവസ്ഥയിൽ നിന്ന് ഇനി 500 ഗ്രാം ലഭിക്കണമെങ്കിൽ 85 രൂപയോളം കൊടുക്കണം. അങ്ങനെ ഓരോന്ന് പരിശോധിക്കുമ്പോൾ, ഓരോ സാധനങ്ങളും പരിശോധിക്കുമ്പോൾ വലിയ വർധനവാണ് സപ്ലൈകോ മാർക്കറ്റുകളിൽ കഴിഞ്ഞ ദിവസം മുതൽ ഈ ഗവൺമെന്റ് വരുത്തിയിരിക്കുന്നത്. ഗവൺമെന്റിന്റെ ആളുകൾ പറയുന്നത് ഇത് ജനങ്ങളെ ബാധിക്കില്ല എന്നാണ്. ഇത് ജനങ്ങളെ ബാധിക്കില്ല എന്നാണ് ഗവൺമെന്റിന്റെ ആളുകൾ പറയുന്നത്. സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകളിലെയും സപ്ലൈകോ മൊബൈൽ സ്റ്റോറിലെയും സാധനങ്ങളുടെ വില വർദ്ധിച്ചാൽ അത് ജനങ്ങളെ ബാധിക്കില്ല എന്ന് പറയുമ്പോൾ ആരെയാണ് ഇവർ ജനങ്ങളായി കണക്കാക്കുന്നത് എന്ന സംശയമാണ് നമുക്ക് ജനിക്കുന്നത്. ഇവരുടെ പൗരപ്രമുഖരെ മാത്രമായിരിക്കും ഇവർ ജനങ്ങളായി കാണുന്നുണ്ടാവുക. സാധാരണക്കാരെ ഇവർ ജനങ്ങളായി കാണുന്നില്ല. പൗരപ്രമുഖർ തട്ടിപ്പ് നടത്തുന്ന, കൊള്ള നടത്തുന്ന, നാടിനെ കൊള്ളയാണിപ്പോ വിജയന്റെയും കൂട്ടരുടെയും പൗരപ്രമുഖർ പറയുന്നത്. ആ പൗരപ്രമുഖരെ മാത്രമാണിപ്പോ ഇവർ ജനങ്ങളായി കാണുന്നത്. സപ്ലൈകോ മാർക്കറ്റുകളിൽ സാധനം വാങ്ങാൻ പോകുന്ന ആളുകളെ ജനങ്ങളായി ഇവർ കാണുന്നില്ല. ജനങ്ങളെ അവഗണിക്കുകയാണ് ഈ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാധനങ്ങളുടെ വിലകൾ ഇങ്ങനെ വാണം പോലെ കുതിച്ചു വരുമ്പോ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു ഗവൺമെന്റായി ഈ പിണറായി വിജയന്റെ ഗവൺമെന്റ് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ജനങ്ങൾ പട്ടിണിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങൾ ആത്മഹത്യയുടെ മുനമ്പിൽ നിൽക്കുകയാണ്. ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നില്ല. ഇത് മാത്രമാണോ നമ്മുടെ നാട്ടിലെ വിഷയം? വയനാടിൽ നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ആഴ്ചയാണ് ഒരു സാധു മനുഷ്യനെ കാട്ടാന ചവിട്ടിക്കൊന്നത്. അന്ന് ജനങ്ങൾ ഇളകി, ജനങ്ങൾ സമരം നടത്തി. ആ മനുഷ്യന്റെ മൃതശരീരവുമായി ജനങ്ങൾ വയനാട്ടിൽ സമരം നടത്തി. ആ സമരം ഒത്തുതീർപ്പാക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് നൽകിയ ഉറപ്പുകൾ ഒന്നും പാലിക്കപ്പെട്ടില്ല.